നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. 2 ദിവസം നടന്ന വെടിനിർത്തൽ ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെ ഗാസയിലും റഫയിലും ഖാൻ യൂനിസിലും വമ്പൻ ഒഴിപ്പിക്കൽ നീക്കത്തിന് ഇസ്രായേൽ ശ്രമിക്കുന്നതായുള്ള വാർത്തകൾ പുറത്തേക്ക് വരികയാണ്. ഖാൻ യൂനിസിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ 16 അതിർത്തി പ്രദേശങ്ങളിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇസ്രായേൽ അതിശക്തമായ റോക്കറ്റ് ആക്രമണവും ബോംബാക്രമണം നടത്തിയെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. നേരത്തെ ഗാസയ്ക്കുള്ളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ തകർന്ന ഹമാസിന്റെ ക്യാമ്പുകൾ വീണ്ടും പുനരുജ്ജീവിക്കുകയും അവ ഒത്തുചേരാൻ ശ്രമിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഗാസയിലുടനീളം അതിരൂക്ഷമായ ആക്രമണത്തിന് ഇസ്രായേൽ തീരുമാനിച്ചത്. എല്ലാ ബേസ് ക്യാമ്പുകളും വീണ്ടും അവ ഒന്നുചേരാനുള്ള സാഹചര്യങ്ങളും ഇല്ലാതാക്കുകയാണ് ആക്രമണത്തിലൂടെ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്. അതുപോലെ തന്നെ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് സമീപമുള്ള ഹമാസിന്റെ ബേസ് ക്യാമ്പുകളെന്ന് സംശയിക്കുന്ന കെട്ടിടങ്ങളൊക്കെ തന്നെ ആക്രമണത്തിൽ തകർക്കുകയാണ് ഇസ്രായേലിന്റെ വ്യോമസേന. അതേസമയം ഖാൻ യൂനിസിന് സമീപത്തും അതുപോലെ തന്നെ മധ്യ ഗാസയിലും വമ്പൻ കുടിയൊഴിപ്പിക്കലിന് ഇസ്രായേൽ ശ്രമിക്കുകയാണ്. ഇനി ആക്രമണം നടത്താൻ അവശേഷിക്കുന്ന കുറച്ച് പ്രദേശങ്ങൾ മാത്രമാണ് ഗാസയിൽ അവശേഷിക്കുന്നത്. അതിൽ പ്രധാനമാണ് ഖാൻ യൂനിസിന് സമീപത്തെ ചില പ്രദേശങ്ങൾ, മധ്യ ഗാസ അടക്കമുള്ള പ്രദേശങ്ങൾ. ഇവിടെയുള്ള 2 ലക്ഷത്തോളം വരുന്ന അഭയാർത്ഥികളെ സുരക്ഷിതമായ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനുള്ള നീക്കം ഇസ്രായേൽ സേന ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇവർക്ക് കൃത്യമായ മുന്നറിയിപ്പ്, അന്ത്യശാസനം ലഭിച്ചിരുന്നു. എത്രയും വേഗം സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറണം. അതിന് മുന്നോടിയായി 12ഓളം സ്ഥലങ്ങളിൽ ഇസ്രായേലി സേന അവരുടെ ക്യാമ്പുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. അതായത് ആ ക്യാമ്പുകളിൽ കൃത്യമായി ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചിരിക്കുന്നു. ആ ചെക്ക് പോസ്റ്റുകളിൽ ഏറ്റവും അത്യാധുനികമായ AI ക്യാമറകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഫേസ് ഐഡന്റിറ്റി നടത്തിയാണ് ഈ അഭയാർത്ഥികളെ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റുന്നത്. അതായത് ഏതെങ്കിലും ഹമാസിന്റെ തീവ്രവാദിയോട് സംശയമുള്ള ആളുകളെ കണ്ടെത്തുക. ഒക്ടോബർ മാസം 7-ാം തീയതി ഇസ്രായേലിനുള്ളിലേക്ക് കടന്നു കയറിയ ഭൂരിഭാഗം ഹമാസ് ഭീകരവാദികളുടെയും ചിത്രങ്ങൾ, അവരുടെ രൂപസാദൃശ്യങ്ങൾ ഇസ്രായേലിന്റെ പക്കലുണ്ട്. അപ്പോൾ ആധുനികമായ നിർമ്മിത ബുദ്ധി ക്യാമറകൾ ഉപയോഗിച്ചുകൊണ്ട് അതിൽ ആരെങ്കിലും, ഈ ഹമാസ് തീവ്രവാദികളോട് സാദൃശ്യമുള്ളവർ ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ, ഈ അഭയാർത്ഥികളുടെ കൂട്ടത്തിലുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഹമാസ് ഭീകരവാദിയുമായി അഭയാർത്ഥികളിൽ ആർക്കെങ്കിലും രൂപസാദൃശ്യമുണ്ടോ, ഇത് പരിശോധിക്കുകയാണ് ഇസ്രായേൽ സേന. അങ്ങനെ അതിസൂക്ഷ്മമായ പരിശോധനകൾക്കൊടുവിലാണ് ഈ 2 ലക്ഷത്തോളം വരുന്ന അഭയാർത്ഥികളെ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റുന്നത്. അതായത് ഇതിലൂടെ ഇസ്രായേലി സേന ലക്ഷ്യമിടുന്നത് ഒരു കാര്യം മാത്രമാണ്. ഈ അഭയാർത്ഥി ക്യാമ്പുകൾ, പ്രത്യേകിച്ച് ഖാൻ യൂനിസിന് സമീപം മധ്യ ഗാസയിലടക്കമുള്ള ചില പ്രദേശങ്ങളിൽ, നുജൈറ അടക്കമുള്ള പ്രദേശങ്ങളിലെ അഭയാർത്ഥി ക്യാമ്പുകളുടെ മറവിലാണ് ഇനി അവശേഷിക്കുന്ന ഹമാസിന്റെ ഭീകരവാദികൾ ഉള്ളത്. അവരെ കണ്ടെത്തുക പ്രയാസമാണ്. അവരെ കണ്ടെത്തുന്നതിന് മുന്നോടിയായിട്ടുള്ള ഏറ്റവും വലിയ ഒഴിപ്പിക്കൽ നടപടിയാണ് ഇപ്പോൾ നടത്തുന്നത്. അതായത് ഇനി ഒളിച്ചിരിക്കാൻ, ഇനി അഭയാർത്ഥികൾ എന്ന പേരിൽ അഭയാർത്ഥികളുടെ മറവിൽ ഒളിച്ചിരിക്കാൻ ഹമാസ് ഭീകരവാദികൾ കഴിയില്ല. കൃത്യമായ പരിശോധന, അതും AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട്, AI അധിഷ്ഠിതമായ ക്യാമറകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കൃത്യമായ പരിശോധനയാണ് ഇപ്പോൾ ഗാസയിൽ വിവിധ പ്രദേശങ്ങളിൽ നടക്കുന്നത്. അതിനൊപ്പം തന്നെ അഭയാർത്ഥി ക്യാമ്പുകൾ ഒഴിപ്പിച്ച ശേഷം ആ അഭയാർത്ഥി ക്യാമ്പുകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളുടെ ഭൂഗർഭ ഭാഗങ്ങളിൽ വലിയ ബങ്കറുകൾ ഇപ്പോഴും ഉണ്ടെന്ന് ഇസ്രായേലി സേന സംശയിക്കുന്നു. ഖാൻ യൂനിസിൽ, നുജൈറയിൽ, അതിന് സമീപമുള്ള ചില പ്രദേശങ്ങളിൽ അവിടെ ഇപ്പോഴും ഭൂഗർഭ തുരങ്കങ്ങൾ അവശേഷിക്കുന്നുണ്ട്. ഗാസ മെട്രോയുടെ 20% തുരങ്കങ്ങൾ ഇനിയുമുണ്ട്. ആ തുരങ്കങ്ങൾ പൂർണ്ണമായും ആക്രമിച്ച് തകർക്കണമെങ്കിൽ ആ പ്രദേശങ്ങളിലെ അഭയാർത്ഥി ക്യാമ്പുകൾ പൂർണ്ണമായി മാറണം. അതിനുവേണ്ടിയുള്ള വമ്പൻ നിർദ്ദേശം, വമ്പൻ കുടിയൊഴിപ്പിക്കലാണ് ഇപ്പോൾ ഗാസയിൽ നടക്കുന്നത് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. അതും ഏറ്റവും കൃത്യമായ അതിസൂക്ഷ്മമായ പരിശോധന ഇസ്രായേൽ സേന നടത്തുകയാണ്. ഇനി അധികം സമയമില്ല. അതുകൊണ്ട് തന്നെ ഹമാസ് ഭീകരവാദികൾക്കെതിരെയുള്ള ആക്രമണം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഗാസയിൽ ഇസ്രായേലി സേന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും നിർണായകമായ ചില നീക്കങ്ങൾ ഇസ്രായേലി സേനയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. 2-2.5 ലക്ഷത്തോളം വരുന്ന അഭയാർത്ഥികളെ അതിസൂക്ഷ്മമായി പരിശോധിച്ചുകൊണ്ട് തങ്ങളുടെ ചെക്ക് പോസ്റ്റുകൾ വഴി അവരെ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റുകയാണ്. അതിൽ ഹമാസ് ഭീകരവാദികൾ ഉണ്ടോ എന്ന പരിശോധനയാണ് അതിൽ ഏറ്റവും പ്രധാനം. അതിനുശേഷം അവശേഷിക്കുന്ന അഭയാർത്ഥി ക്യാമ്പുകളെ കൂറ്റൻ ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ട്, മാരക പ്രഹരശേഷിയുള്ള ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ട് തകർത്ത് അതിൻ്റെ താഴ്ഭാഗത്തുള്ള ഭൂഗർഭ തുരങ്കങ്ങളിലുള്ള
ഒട്ടുമിക്ക എല്ലാ ഹമാസ് ഭീകരവാദികളെയും കൊന്നൊടുക്കുക എന്നതാണ് ഇസ്രായേൽ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. അതേസമയം ഇസ്രായേലിൻ്റെ ഈ അന്തിമ നീക്കത്തിൽ മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അതായത് യഹിയ സിൻവാറിനെ കണ്ടെത്തുക. ഭൂഗർഭ തുരങ്കങ്ങളിൽ മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് യഹിയ സിൻവാർ എന്ന് കൃത്യമായി മൊസാദ് കണക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ മൊസാദിന്റെ തിരച്ചിൽ യഹിയ സിൻവാറിന്റെ ഒളിയിടം എവിടെ എന്നുള്ളതാണ്. ഒളിയിടങ്ങളിൽ കൃത്യമായി എത്തുകയും ഒളിയിടങ്ങൾ കേന്ദ്രീകരിച്ച് മാത്രം ജീവിക്കുകയും ചെയ്യുന്ന ഒരു ഹമാസ് നേതാവാണ് യഹിയ സിൻവാർ എന്ന് കൃത്യമായ ധാരണ മൊസാദിനുണ്ട്. നേരത്തെയുള്ള ഇസ്മായിൽ ഹനിയെ പോലെ ആളുകളൊക്കെ തന്നെ രാഷ്ട്രീയ അഭയം നേടി ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിലെത്തി സുരക്ഷിതമായ ഇടങ്ങളിലുള്ളതാണ്. എന്നാൽ തൻ്റെ ഹമാസ് പോരാളികൾക്കൊപ്പം പലപ്പോഴും ഈ ഗാസ മെട്രോയിൽ തന്നെ ഉണ്ടാവുകയും ഗാസ മെട്രോയിൽ ഇരുന്നു കൊണ്ട് ഇസ്രായേലിനെതിരെയുള്ള യുദ്ധം നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു ഫൈറ്ററാണ് യഹിയ സിൻവാർ എന്ന് മൊസാദ് കണക്കാക്കുന്നു. അപ്പോൾ ഈ ആക്രമണത്തിലൂടെ ലക്ഷ്യമിടുന്നത് യഹിയ സിൻവാറിനെ പോലെ വളരെ സീനിയറായ നിരവധി ഹമാസിൻ്റെ ഭീകരവാദ നേതാക്കൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവരൊക്കെ തന്നെ അവശേഷിക്കുന്ന ഗാസ മെട്രോയുടെ ഭാഗത്ത്, അതായത് ഭൂഗർഭ തുരങ്കങ്ങളിലാണുള്ളത്. ആ തുരങ്കങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കുക. ഇനി ആ ആക്രമണത്തിലൂടെ യഹിയ സിൻവാറിനെ തീർക്കാൻ പറ്റുമെങ്കിൽ അത്തരത്തിലുള്ള ഒരു ലക്ഷ്യവും നേടാൻ ഇസ്രായേൽ സേന ശ്രമിക്കുന്നുണ്ട്. ഇതിനൊപ്പം പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, കഴിഞ്ഞ 48 മണിക്കൂർ, അതായത് ദോഹയിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിന് അമേരിക്കയും ഈജിപ്തും ഖത്തറും അടക്കമുള്ളവർ മധ്യസ്ഥരാണ്. ഇറാന്റെ പ്രതിനിധികളും അതിലുണ്ടായിരുന്നു. ഈ ഘട്ടത്തിൽ ഹമാസിനെതിരെയുള്ള പോരാട്ടം അതിശക്തമാക്കി ഗാസയിൽ ഇസ്രായേൽ സേന. 48 മണിക്കൂറിനുള്ളിൽ കൊല്ലപ്പെട്ടത് 69 പേരാണ്. 69 പേരെയാണ് 48 മണിക്കൂറിനുള്ളിൽ ഗാസയുടെ വിവിധ പ്രദേശങ്ങളിൽ നടത്തിയ ആക്രമണത്തിൽ കൊലപ്പെടുത്തിയത്. 16 ഇടങ്ങളിൽ മാരകമായ വ്യോമാക്രമണം നടന്നു എന്നുള്ള വാർത്തകളും പുറത്തേക്ക് വരുന്നു. 136 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരിൽ പാലസ്തീൻ സിവിലിയൻസ് ഉണ്ട്, കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, ഒക്കെയുണ്ട് എന്നുള്ളത് ഈ ആക്രമണത്തിൻ്റെ രൂക്ഷത, ദയനീയത വെളിപ്പെടുത്തുന്നതാണ്. ഒക്ടോബർ മാസം 7-ാം തീയതി ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ച ശേഷം ഇതുവരെ കൊല്ലപ്പെട്ടത് 40,074 പേരാണ് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഇത് അൽ ജസീറയും അതുപോലെ തന്നെ പാലസ്തീനിയൻ ആരോഗ്യ വകുപ്പും ഒക്കെ പുറത്തുവിടുന്ന വാർത്തകളാണ്. എന്തായാലും ചിലപ്പോൾ യഥാർത്ഥ കണക്കുകൾ ഇതിലും അധികമാകാം, അല്ലെങ്കിൽ ഇതിൽ കുറവാകാം. ഇപ്പോൾ 40,000 41,000-ഓളം പേർ ഒക്ടോബർ മാസം 7-ന് യുദ്ധം ആരംഭിച്ച് 10-10.5 മാസക്കാലം പിന്നിടുമ്പോൾ ഗാസയിൽ കൊല്ലപ്പെട്ടു എന്നുള്ളത് ഈ യുദ്ധത്തിൻ്റെ ഭയാനകത വെളിപ്പെടുത്തുന്നതാണ്. എത്രത്തോളം മാരകമായ പ്രഹരശേഷിയുള്ള യുദ്ധമാണ്. കൊല്ലപ്പെട്ടവരിൽ സാധാരണക്കാരാണ് ഏറെ. അതാണ് ഈ യുദ്ധത്തിൻ്റെ ദയനീയത. ഈ യുദ്ധം ഉണ്ടാക്കുന്ന ഒരു മാനസികമായ വേദന അതാണ്. സാധാരണക്കാർ, നിരപരാധികൾ, കുട്ടികളൊക്കെ തന്നെ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നുണ്ട്. എന്നാൽ മറുഭാഗത്ത് അതിനെതിരെയുള്ള വലിയ സമ്മർദ്ദങ്ങളെ അതിജീവിച്ചുകൊണ്ട് യുദ്ധം തുടരുകയാണ് ഇസ്രായേൽ. ഇസ്രായേലിൻ്റെ ഭാഗത്ത് ഇസ്രായേൽ പറയുന്ന കുറേ ന്യായങ്ങളുണ്ട്. എന്നാൽ മറുഭാഗത്ത് ഈ ഹമാസ് എന്ന ഭീകരവാദികൾ ചെയ്ത കുറ്റത്തിന് യാതന അനുഭവിക്കേണ്ടി വരുന്നത് പാലസ്തീനിലെ സാധാരണ ജനതയാണ് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. 2 വയസ്സിൽ താഴെയുള്ള 4,000-ഓളം കുട്ടികൾ മരിച്ചു എന്ന കണക്കുകൾ അന്താരാഷ്ട്ര ആരോഗ്യ വകുപ്പുകളുടെ കണക്കുകൾ പുറത്തു വരുന്നു. അതുപോലെ 16,000-ഓളം കുട്ടികൾ ഈ കൊല്ലപ്പെട്ടവരിൽ പെടുന്നു. സ്ത്രീകൾ നിരവധിയുണ്ട്, അമ്മമാരുണ്ട്. അപ്പോൾ ഈ യുദ്ധം കൊടിയ ഭീകരത തന്നെയാണ്. എന്നാൽ ഇസ്രായേൽ നടത്തുന്നത് ഒരു ഭീകരതയ്ക്കെതിരായ പോരാട്ടമെന്ന് ഉറപ്പിച്ചു പറയാം. എന്നാൽ ആ പോരാട്ടത്തിൻ്റെ തിക്തഫലം അനുഭവിക്കുന്നവരിൽ സാധാരണക്കാരായ ജനങ്ങളാണ് അധികമുള്ളത് എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് ആക്രമണം നടത്തരുതെന്ന് അമേരിക്കയും ഫ്രാൻസും ബ്രിട്ടനും അടക്കമുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടത്. എന്നാൽ ആദ്യഘട്ടത്തിൽ റഫേൽ വമ്പൻ കുടിയൊഴിപ്പിക്കൽ ഇസ്രായേൽ നടത്തിയിരുന്നു. ഏകദേശം 12 ലക്ഷത്തോളം ആളുകളെ റഫേൽ നിന്ന് ഗാസയുടെ മറ്റ് പ്രദേശങ്ങളിലേക്ക്, പ്രത്യേകിച്ച് മധ്യ ഗാസ അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് അവർ മാറ്റിയിരുന്നു. അങ്ങനെ ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ റഫേൽ നിന്ന് മാറിയ ശേഷമാണ് റഫേലിലേക്ക് ആക്രമണം ഇസ്രായേൽ രൂക്ഷമാക്കിയത്. ഇപ്പോഴിതാ ഖാൻ യൂനിസിലും മധ്യ ഗാസയിലും എത്തിയിരിക്കുന്ന അഭയാർത്ഥികളെ കൂടി അവിടുന്ന് മാറ്റുന്നു. അതിന് ഇസ്രായേൽ പറയുന്ന ന്യായം, നേരത്തെ റഫേലിൽ നിന്ന് അഭയാർത്ഥികളായി ഈ പ്രദേശങ്ങളിലേക്ക് എത്തിയവരിൽ ഹമാസിൻ്റെ ഭീകരവാദികളുണ്ട്. അവർ അഭയാർത്ഥികളുടെ വേഷം അണിഞ്ഞുകൊണ്ട് അവിടെയുണ്ട്. അവരെ കണ്ടെത്തുക അത് അവസാന ഓപ്പറേഷനാണ്. അതിനുവേണ്ടി വമ്പൻ സൈനിക ക്യാമ്പുകൾ നിർമ്മിച്ച്, വമ്പൻ ചെക്ക് പോസ്റ്റുകൾ നിർമ്മിച്ച്, ആധുനിക
ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറകളുടെ സഹായത്തോടു കൂടി ഫേസ് ഐഡൻറ്റിറ്റി കണ്ടെത്തിക്കൊണ്ട് അവർ പരിശോധന നടത്തുകയാണ്. ആ പരിശോധനയ്ക്കൊടുവിൽ ഹമാസിൻ്റെ ഭീകരവാദികളെ കണ്ടെത്തിയാൽ കൃത്യമായ നടപടി ഉണ്ടാകും. അതേസമയം ഈ അഭയാർത്ഥികൾ അവിടെ നിന്ന് മാറിയ ശേഷം ഈ പ്രധാനപ്പെട്ട അഭയാർത്ഥി ക്യാമ്പുകൾ പൂർണ്ണമായും തകർക്കും. അവയുടെ ഭൂഗർഭ ഭാഗങ്ങളിൽ ഇപ്പോഴും ഹമാസിൻ്റെ ക്യാമ്പുകളുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് മൊസാദും ഇസ്രായേലി സേനയും.